കല്ലോട്ടിയോ ഇത്രയ്ക്ക് വെച്ചോട്ടോ. എന്താണെന്ന് വിറക്കുന്നേ? പറഞ്ഞെങ്കിൽ അപ്പച്ചൻ വെള്ളം ചൂടാക്കത്തില്ലായിരുന്നോ? അത് സാരല്ലപ്പാ, ചൂളത്തിൽ കുളിച്ച ഒരു ഇത് കിട്ടത്തില്ല. കോഴി കിണ്ടുന്ന പോലെ കിണ്ടിക്കൊണ്ടിരിക്കാതെ അത് മുഴുവൻ കഴിക്കും മക്കളെ. മതിയപ്പാ, വയറ് നിറഞ്ഞു. അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ കൊണ്ട് പറ്റുന്നില്ലല്ലേ? അവിടെ കൈപ്പുണ്യം ഒന്ന് വേറെയല്ലേ? അടുത്ത ഗാനം ആലപിക്കുന്നത് യേശുദാസ്. ചിത്രം അയലത്തെ സുന്ദരി. ഗാനരചന വയലാർ, സംഗീതം ശങ്കർ ഗണേഷ്. തെറ്റ് തെറ്റ്, പൊട്ട തെറ്റ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ഒരു പുതിയ പാർട്ടിയാണ്. പിന്നെ റേഡിയോക്കാർക്ക് അറിയാത്ത കാര്യമല്ലേ അപ്പനറിയുന്നേ? പറ്റുണ്ടോ? ദാ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല. ഞാനേ വെറും ഒരു സിനിമാ കൊട്ടയിലെ മാനേജർ മാത്രമല്ല, മനസ്സിലായോ? അത് ശരിയാ, കൊട്ടകയിലെ മാനേജർ മാത്രമല്ല, അവിടുത്തെ ടിക്കറ്റ് കീറലും തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്ന അപ്പം തന്നെ. ഓടാവിടുന്നു. വിഗതകുമാരൻ മുതൽ ഇന്ന് വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം ഉണ്ടല്ലോ, പച്ചവെള്ളം പോലെ പച്ചവെള്ളം പോലെ. ഈ ജോസ് ഇത് എവിടെ പോയി കിടക്കുവോ? ഇന്നും അവൻ്റെ കൂടെ സൈക്കിളിൽ തന്നെയാണോ പോകുന്നത്? അവനുമായിട്ടുള്ള കൂട്ടത്ര ശരിയല്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എടാ ജോസേ, ഈ പാട്ട് എഴുതി ആരാന്ന് അറിയോ നിനക്ക്? ഓ പിന്നെ, കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ ഈ യു എന്ന് പറഞ്ഞത്. അത് എഴുതിയത് ആരാന്ന് പോലെ എനിക്കറിയാൻ മേല. അന്നേരവാ ഈ പാട്ടോ? പിന്നല്ലയോ? അതന്നെയല്ലോ ഞാനും പറഞ്ഞു. പാലച്ചായോ, ഈ വരിയുടെ അടുത്ത് എന്നതാ? ഏത് വരി? ഈ അതരം കൊണ്ട് അതരത്തിൽ അമൃത് നിവേദിക്കും പറഞ്ഞ എന്നതാ? ഡൊമിനിക്കേ, കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇതാ കാര്യം. എടാ വേഗം ചവിട്ടിക്കോ, സൂക്ഷിച്ചു പോണേ മക്കളെ. കത്രീനെ, മതിയടി, ഒന്നിങ്ങ ഇറങ്ങി വാ. നിക്കടി, ഒരു രണ്ടെണ്ണം കൂടി പറിക്കട്ടെ, ആരെങ്കിലും കാണും. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഒന്ന് ഇറങ്ങി വാടി, ഒന്ന് വേഗം വാ. വേഗം വാ, വേഗം വാ. ഓ അയ്യോ, വാ. എത്ര നേരം കൊണ്ട് വിളിക്കുവോ? വാ ഇങ്ങോട്ട്. എനിക്കെങ്ങും വേണ്ട, കൊണ്ടുപോ. സഞ്ചിയിലിട്ടോടി. ആ ശൂർപ്പണ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ നല്ലതാ. ആ വീട്ടുകാരെങ്ങനെ കണ്ടിരുന്നെങ്കിലേ നാണക്കേടായനെ. ഓ പിന്നെ, 2 ചാമ്പങ്ങ പറിച്ചു തിന്നുന്നതിന് എന്നാ നാണക്കേടുണ്ടാവാനാ? പിന്നെ എന്നാത്തിനാ പട്ടി ഉറച്ച് പോടിയേ? അത് നാണം കൊണ്ടല്ലോ, പേടിച്ചിട്ടല്ലേ? നോക്കിക്കേടി, നിന്റെ പ്രേം നസീർ വരുന്നുണ്ട്. ഗംഗാധരൻ ഡോക്ടറിന്റെ മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോ ഇത്രയും പാട്. എന്തോരം അക്ഷരത്തെറ്റാടി. ഞാനങ്ങ് സഹിച്ചു. ഓ എടി മേരി, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ജോസ് 8-ലല്ലായിരുന്നോ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് 8-ൽ തന്നെ അല്ലായിരുന്നോ? അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ. എന്താന്നറിയോ നിനക്ക്? ഞാൻ 5-ന്ന് 8 എത്തുന്നതും കാത്ത് മനഃപൂർവ്വം അവൻ തോറ്റിട്ടിരുന്നതാ. അത്രയ്ക്ക് ഇഷ്ടം അവൻ എന്നോട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയ എനിക്ക് ഇന്നേ കൊക്കത്തോട്ടത്തിൽ കാവൽ നിൽക്കാനേ നീ വേറെ ആളെ നോക്കിക്കോ. അയ്യോ ഒന്നേ ചതിക്കല്ലേ, നീ അല്ലേടി എന്റെ ധൈര്യം. ഓരാത്തതിന് ആ ഡൊമിനിക്കൂല്ലേ കൂടെ? ആ പഷ്ട്, അവനെന്നെ കാണുന്നത് തന്നെ കല്യ. ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ മേല. എനിക്ക് മരങ്കേറി എന്നുള്ള പേരിട്ട് അവനാണോ നല്ല സംശയമുണ്ട്. ചിരിക്കണ്ട.
മേരി മോളെ, നാരങ്ങ മിഠായി വേണോ? ചാമ്പങ്ങ വേണോ? അവനവനെ കൊണ്ടാവുന്ന പണി ചെയ്താ പോരെ. ആഹാ, മുട്ടുപൊട്ടി ചോര വരുന്നുണ്ടല്ലോ. വയ്യാത്ത പട്ടി എന്നാത്തിനായി കയ്യാല കയറാൻ നിൽക്കുന്നേ. കാണിച്ചേ, ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് നീരൊഴിച്ചാലേ ഇത് വേഗം കരിയും. വേണ്ട. അതിനെന്നിട്ട് അപ്പം കോൺഗ്രസ് ആയോണ്ടാണോ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതിന് നീ എത്രയുടെ എന്നോട് ചൂടാവുന്നേ? നിനക്കൊക്കെ ഉണ്ടല്ലോ ചോറിയണത്തിന്റെ അല്ലേ പറിച്ചു തരേണ്ടത്. കാട്ടുപോത്ത്. ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. നീ വരണ്ടോ? എടി നിക്ക്, ഞാനും വരുന്നു. പിന്നെന്തിനു വിളിച്ചേ? ആ മരം കേറി കത്രീനയുടെ തലയിൽ വെള്ളിടി വെട്ടണേ കർത്താവേ. എടാവേ, ആദ്യ ചുംബനത്തിന് വേണ്ടി 2 മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാ അവളുടെ ഒടുക്കത്തൊരു വിസിലടി. ഡൊമിനിക്കേ, നീ എന്നതേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ കറക്കണം, മനസ്സിലായി? അപ്പൊ അങ്ങനെ പൊക്കോളൂ. ആഹാ. തോപ്രാംകുടി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ. മക്കളെ, നിന്റെ അമ്മച്ചിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന വിചാരത്തോടുകൂടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയപ്പോഴാണ്. കൊച്ചുനാൾ പോലെ അവളെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ അക്കാലത്തൊക്കെ ഈ നാട്ടിലെ ഒരു പെണ്ണ് എന്നതിനപ്പുറം അവളെപ്പറ്റി വേറൊരു വിചാരം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ പള്ളിപ്പെരുന്നാളിലെ കൂട്ടുകാരികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങി പെരുന്നാൾ കാണാൻ വന്ന റബേക്ക, അന്ന് വരെ കാണാത്ത റബേക്ക, ഒരു മാലാഖയുടെ ചേലായിരുന്നു നമുക്ക്. ആ ദിവസം മുതൽ എനിക്ക് ഇരിക്കപ്പുറത്തില്ലതായടാ. അവളോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ നെഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നൊരു തോന്നലായിരുന്നു. എന്നിട്ട് അപ്പനെപ്പോഴും അമ്മച്ചിയോളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത്? അന്നത് നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അന്നത്തെ കാലം അതല്ലേ. പിന്നെ ഞാൻ നോട്ടം കൊണ്ടും ചിരി കൊണ്ടും ചില്ലറ വേലത്തരങ്ങളൊക്കെ കൊണ്ട് എൻ്റെ ഇഷ്ടം അറിയിക്കാൻ പലതും പയറ്റി നോക്കി. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അപ്പാ ടയറ് കീറി. കർത്താവേ, ഇനി ഇതും ചുവന്നോണ്ട് പോണമല്ലോ.